തൃശ്ശൂരിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും പീച്ചി ഡാമിൻ്റെ ഷട്ടർ ഉടൻ തുറക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൂരജ് സജി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സജി. പീച്ചി ഡാമിൻ്റെ ഷട്ടർ തുറക്കാൻ തീരുമാനമായോ? എങ്ങനെയായിരിക്കും അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി? രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുക. തൃശ്ശൂരിൽ പുലർച്ചയോടുകൂടി മഴ വിട്ടു നിൽക്കുകയാണ്. പക്ഷേ കുതിരാൻ മലനിരകളിലടക്കം ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ ഡാമിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ഡാമിലെ ഷട്ടറുകൾ 4 സെന്റിമീറ്റർ വീതം 4 ഇഞ്ച് ഉയർത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. കരുവന്നൂർ, മണലിപ്പുഴ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയരും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. 30 സെന്റിമീറ്റർ, അതായത് നിലവിലുള്ള വെള്ളത്തേക്കാൾ 30 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇരു പുഴയുടെയും കരയിലുള്ളവരോട് ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പായി നൽകുന്നത്. SKN, ഒരു പ്രധാനപ്പെട്ട കാര്യം, ശക്തമായ മഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ തുടരുകയാണ്. ഇതിൽ കരുവന്നൂർ പുഴയിലടക്കം ജലനിരപ്പ് വളരെയധികം ഉയർന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ഡാം തുറക്കുന്നതിന്റെ ഭാഗമായി ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ കളക്ടറുമായൊക്കെ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. SKN, അതോടൊപ്പം തന്നെ ഇന്ന് തൃശ്ശൂരിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളുകൾക്കായിരുന്നു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഒരു വ്യക്തത കൂടി വരുത്തുന്നുണ്ട്. ഇന്നലെ ഈ ചില ഉത്തരവുകൾ ഇറങ്ങിയതിൽ അവർക്കുണ്ടായ ഒരു പിഴവ്, ആ പിഴവ് അവർ തിരുത്തുന്നുണ്ട്. അതായത് തൃശ്ശൂർ ജില്ലയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്നതായിരുന്നു ഇന്നലെ നൽകിയ മുന്നറിയിപ്പ്. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നു. അത് തൃശ്ശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ കീഴിലുള്ള സ്കൂളുകൾക്ക് മാത്രമാണ് അവധി എന്നുകൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. സ്കെയിൻ സൂരജ്, അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് കൂടി നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞാൽ നന്നായി. തൃശ്ശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിലുള്ളതെന്ന് പറയുമ്പോൾ ആ വിദ്യാഭ്യാസ ജില്ലയിലുള്ളവർക്ക് മാത്രമാണോ ഈ അവധി ബാധകം? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതെ സ്കേൻ, അതായത് തൃശ്ശൂരിൽ തന്നെ 2 വിദ്യാഭ്യാസ ജില്ലകൾ വരും. അത് സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട്, അതോടൊപ്പം സിറ്റി അനുബന്ധമായിട്ടുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ല എന്ന തരത്തിൽ, അതായത് വിദ്യാഭ്യാസ ജില്ല കണക്കാക്കിക്കൊണ്ടാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലുള്ള സ്കൂളുകൾക്ക് മാത്രമായിരിക്കും അവധി ഉണ്ടാകുക. പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഈ അവധി ബാധകമല്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതാത് DD-മാർ നൽകുന്ന നിർദ്ദേശപ്രകാരം സ്കൂളുകൾ നടക്കും എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്ന കാര്യം. ഇന്ന് ഈ സ്കൂളുകൾ നടത്തുന്നത് സംബന്ധിച്ച് ആദ്യം ഇറങ്ങിയ ഒരു ഉത്തരവ്, ആ ഉത്തരവ് പിൻവലിച്ചതിലുണ്ടായ ആശയക്കുഴപ്പമാണ് ഇന്നലെ സ്കൂളുകൾക്ക് അവധി എന്ന തരത്തിൽ ഒരു അറിയിപ്പായി എത്താൻ കാരണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലുള്ള സ്കൂളുകൾക്ക് മാത്രമായിരിക്കും ഇന്ന് അവധി ഉണ്ടാവുക. എസ്കേൻ, താങ്ക് യു. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ല പരിധിക്കകത്തുള്ള പള്ളിക്കൂടങ്ങൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.